ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. വേറൊന്നുമല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരു സർജറി ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 months ആവുന്നു. ഒരു 3 monthസിനിടയ്ക്ക് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കമൻറ്റ് ചെയ്തൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, യു കെയിൽ വന്നു കഴിഞ്ഞ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. യു കെയിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ചിലവാക്കിയ കാശ് എത്ര നാളുകൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു സ്റ്റുഡൻറ് ലോൺ എടുത്തിട്ട് വന്നാൽ എത്ര നാളെടുക്കും എനിക്കത് അടച്ചു തീർക്കാൻ. യു കെയിൽ ഇപ്പോൾ വരുന്നത് വേർത്താണോ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനായ യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഇനിയുള്ള ഓരോ വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യു കെ സിമ്മാണ്. ഇപ്പോൾ നിങ്ങൾ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് VFSൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് സിം കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ബിക്കോസ് ഞാൻ VFS നിന്നായിരുന്നു സിം എടുത്തിട്ടുണ്ടായിരുന്നത്. ലബാറ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിമ്മായിരുന്നു അത്. അന്ന് എന്തോ 100-200 രൂപ എന്തോ ആയിരുന്നു സിമ്മിന് വേണ്ടി അവർ VFSൽ വാങ്ങിയത്. പക്ഷെ ആ സിമ്മ് ഞാൻ യു കെയിൽ വന്നിറങ്ങിയ ടൈം തൊട്ട് ആദ്യം ജോലി കിട്ടി നമുക്ക് സാലറിയൊക്കെ ആയി ഒന്ന് സ്റ്റേബിൾ ആവുന്ന ടൈം വരെ ഒരു 2-3 മാസത്തോളം ഞാൻ ആ സിം തന്നെയാണ് യൂസ് ചെയ്തത്. സെയിം നമ്പർ തന്നെ ഞാൻ പിന്നീട് വേറൊരു സർവീസ് പ്രൊവൈഡറിലേക്ക് പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് എനിക്ക് ആ നമ്പർ വേണമായിരുന്നു, ഞാൻ എല്ലായിടത്തും കൊടുത്തിരുന്ന നമ്പർ അതായിരുന്നു. പക്ഷേ എനിക്ക് ആ സർവീസ് പ്രൊവൈഡർ വേണ്ട, എനിക്ക് ലബാറയിൽ നിന്ന് മാറിയിട്ട് O2ലേക്ക് സ്വിച്ച് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ O2ലേക്ക് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വിച്ച്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് ഡേറ്റ അവൈലബിൾ അല്ല എന്നൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള ആൾക്കാർ, ഇപ്പോൾ ടാക്സി ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലോ ഫാമിലി ആണെങ്കിലോ ഇവിടെ ഉള്ളവരാരാണോ അവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കൂട്ടത്തിൽ, അതായത് നിങ്ങളുടെ BRP കാർഡ് കളക്ട് ചെയ്യുക. അപ്പം ഞാൻ വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിസ ആപ്ലിക്കേഷൻ്റെ ടൈമിൽ നമ്മൾ BRP കാർഡ് കളക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് വേണമെങ്കിൽ അവിടുന്ന് കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഏതാണോ അക്കോമഡേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസായിരുന്നു കളക്ഷൻ പോയിന്റ് വെച്ചിരുന്നത്. അതുപോലെ വിസ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് പാസ്പോർട്ട് തിരിച്ചയച്ചു തരുന്ന സമയത്ത് അതിനകത്ത് ഒരു ലെറ്റർ ഉണ്ടാവും. ആ ലെറ്ററിൻ്റെ അകത്ത് നമ്മുടെ BRP കളക്ഷൻ പോയിന്റിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ അടുത്തുള്ളൊരു പോസ്റ്റ് ഓഫീസായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ BRP കളക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ യു കെയിൽ BRP കാർഡ് മാറ്റിയിട്ട് വിസ കൊണ്ടുവരുവാണ്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത BRP കാർഡ്സ് എല്ലാം 2024 ഡിസംബർ 31 കൂടി എക്സ്പയർ ആയി. അപ്പോൾ നമുക്ക് അതിനുശേഷം നമ്മൾ വിസയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ 2025 ജാൻ 1 ശേഷം യു കെയിൽ വന്ന ആൾക്കാരുടെ വിസയാണോ അവരുടെ വിസ ഓൾറെഡി ഓൺലൈൻ ആയിട്ടാണോ അവർക്ക് അവൈലബിൾ ആയത്, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അത് ആരെങ്കിലും ഒന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് യുവർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ എന്നാണോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളെ ഇമെയിൽ ചെയ്ത് അറിയിച്ചിരിക്കുന്ന ഡേറ്റ്, ആ ഡേറ്റിൽ നിങ്ങൾ പോയി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ അവിടുന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വരാം. നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ NHS അല്ലെങ്കിൽ GP രജിസ്ട്രേഷൻ. അതായത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു GPയിൽ, ഒരു ഹോസ്പിറ്റൽ പോലത്തെ, ഒരു ഹോസ്പിറ്റലിലല്ല ഒരു ക്ലിനിക്ക് പോലെ ആയിരിക്കും, പോയിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ആ GPയിൽ രജിസ്റ്റർ ചെയ്യണം. ചില GPകളിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്, ചില GPകളിൽ പേപ്പർ ഫോം തന്നെയാണ് ഇപ്പോഴും നമ്മൾ പോയി നേരിട്ട് ഫോം വാങ്ങി ഫില്ല് ചെയ്താണ് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ GP രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ യു കെയിൽ വന്നിട്ട് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ചെയ്തത് ഒരു മോൺസോടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത്. മോൺസോടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് അതൊരു 5-10 മിനിറ്റ്സിൽ എന്തോ ID വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ അക്കൗണ്ട് ഓപ്പൺ ആയി. കാർഡ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ പോസ്റ്റായിട്ട് വന്നു.
അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് യുകെ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തത്. പക്ഷേ അത് പെട്ടെന്ന് ചടപടെ എന്ന് 10 മിനിറ്റിൽ ഒരു അക്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു മോൺസോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. യുകെയിൽ എപ്പോഴും നമുക്കൊരു നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം. നമുക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് അഡ്രസ് പ്രൂഫ് ആയിട്ട് കൊടുക്കാൻ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ചില എംപ്ലോയേഴ്സ് ഒന്നും മോൺസോ പോലെ അല്ലെങ്കിൽ റെവല്യൂട്ട് പോലെയുള്ള ബാങ്കുകളുടെ സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം. ഒരു ലോയിഡ്സിന്റെ ബാങ്ക് അക്കൗണ്ട് ആണ് അങ്ങനെ നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് തുടങ്ങിയത്. അതൊരു വന്നൊരു 3-4 ഡേയ്സ് കഴിഞ്ഞാണ് ഞാൻ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ അയച്ചത്. അപ്പോൾ അവരെനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാനുള്ള. ആ അപ്പോയിൻമെൻറ്റ് ടൈമിൽ ഞാൻ നേരിട്ട് ബ്രാഞ്ചിൽ പോയി ID വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഓൺലൈൻ ബാങ്കിങ് ആക്ടിവേറ്റ് ആയത്. ഐ തിങ്ക് 4 ഡേയ്സിനുള്ളിൽ എനിക്ക് ATM കാർഡ് പോസ്റ്റായിട്ട് വീട്ടിൽ വരുമായിരുന്നു ചെയ്തത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരെണ്ണം നിങ്ങൾ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അതൊരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് NI നമ്പറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ് NI നമ്പർ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം നിങ്ങളുടെ NI നമ്പർ അവർ ചോദിക്കും. അപ്പോൾ NI നമ്പർ ഇല്ലാണ്ട് UK നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റില്ല ലീഗലി. സോ NI നമ്പറിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മെയിൽ വരും, NI നമ്പറിൻ്റെ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. NI നമ്പർ നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് ആ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എംപ്ലോയേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ NI നമ്പറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കടമ്പ. ഒരു 2 വീക്സിൽ ആണ് എനിക്ക് NI നമ്പർ കിട്ടിയത്. അതുവരെ ഞാൻ ഈ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ആയിരുന്നു ജോലി അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ട് ടൈം ജോലികൾ നോക്കി തുടങ്ങുക എന്നുള്ളത്. നമ്മൾ വന്നൊരു 3-4 ദിവസം ആവട്ടെ, ഇവിടേക്ക് ഒന്ന് പഠിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പയ്യെ നോക്കി തുടങ്ങാം. അവനുള്ളതൊക്കെ ഒരു മാസത്തേക്ക് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കണ്ട. അത്യാവശ്യം ജോലി കിട്ടാൻ പാടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ചെന്ന് പെടുന്നതെന്നുണ്ടെങ്കിൽ 2-3 മാസം 4 മാസം 5 മാസം ഒക്കെ എടുത്തിട്ട് ആദ്യമായിട്ടൊരു പാർട്ട് ടൈം ജോലി കിട്ടിയ ആൾക്കാരെ എനിക്കറിയാം. പിന്നെ ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ചെന്നതെങ്കിൽ പോലും നിങ്ങൾ ചെല്ലുന്ന സമയം അല്ലെങ്കിൽ ആ സീസണിൽ അവിടെ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ടോ, ആ പരിസരത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്ത് ടൈപ്പാണ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ ജോലി കിട്ടും എന്നുള്ളത് ഡിഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന പാടെ ആ ഒരു ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് വെച്ചിട്ട് ജോലി അന്വേഷിച്ച് തുടങ്ങാം. എനിക്ക് അറിയാവുന്ന കുറച്ച് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, നമ്മളിപ്പം ഫോർ ഷുവർ നീ ഇത് ട്രൈ ചെയ്യുക നിനക്കിത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ കുറച്ച് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നോട്ട് ദ പോയിന്റ്, പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. നിങ്ങൾ പഠിച്ച് തീർന്നിട്ട് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പാർട്ട് ടൈം ജോബ് ചെയ്ത് പോവാം എന്നുള്ളൊരു മട്ടിലിരിക്കുകയാണെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഫീൽഡിലാണോ UK വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ഉള്ളത് ആ ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സിന് അപ്ലൈ ചെയ്യാം. അതായത് ഏതെങ്കിലുമൊക്കെ കമ്പനീസിൽ സമ്മർ ഇന്റേൺഷിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജോബ് സൈറ്റ്സിലൊക്കെ പോസ്റ്റിങ്സ് വരും, അവരുടെ വെബ്സൈറ്റിലൊക്കെ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ആ കമ്പനികളിൽ സമ്മർ ഇന്റേൺഷിപ്സിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും അവർ വിളിക്കില്ല. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. അതനുസരിച്ച് നമുക്ക് ആ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ഇന്റേൺഷിപ്പിൽ, ഇപ്പോൾ നിങ്ങൾ 2 വർഷത്തെ കോഴ്സൊക്കെ പഠിക്കുന്നെങ്കിൽ നെക്സ്റ്റ് ഇന്റേൺഷിപ്പിനും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടും. 1 ഇയർ കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ആ കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഇവൻറ്റുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള ഈവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഫീൽഡ് ആ ഫീൽഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ബോഡിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ ഞാൻ പഠിച്ചത് പ്രൊജക്ട് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് PMI എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡിയിൽ
മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന പീരീഡിൽ എനിക്ക് മെമ്പർഷിപ്പ് ഫ്രീ ആയിരുന്നു. ഇപ്പം നിങ്ങളിപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IEEEലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിമൺ ഇൻ എഞ്ചിനീയറിംഗ് അങ്ങനത്തെ പ്രൊഫഷണൽ ബോഡീസിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് അത് കുറച്ചും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. UK നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം ആ യൂണിവേഴ്സിറ്റിയുടെ കരിയർ ആൻഡ് എംപ്ലോയബിലിറ്റി സെൻ്ററാണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്. കരിയർ ആൻഡ് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ CV അവർ റിവ്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാണ്ട് ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അവൈലബിൾ ആണ് ഇവിടെ. എന്നെ സംബന്ധിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തൊരു 2-3 മാസത്തെ ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഒരു മെയിൽ വരുന്നത്. ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സ്റ്റുഡൻറ് ID വെച്ചിട്ടാണ് ഞാൻ ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ആസ് എ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് എനിക്ക് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സും അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഹാൻഡ് ഷേക്കിൻ്റെ ആപ്പിനകത്ത് വരുമായിരുന്നു. അപ്പം ഞാൻ അതിൽ നോക്കിയിട്ട് എനിക്ക് പറ്റുന്ന ദിവസങ്ങൾ, എനിക്ക് ജോലിയില്ല, എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലുള്ള ഈവൻറ്റ്സ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അതിലൊരുപാട് ജോലികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കില്ല സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നത്, ബിക്കോസ് നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് അവർ ഓൾറെഡി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം UK ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. എനിക്ക് കിട്ടിയ 1-2 ജോലികൾ ബാക്കി എല്ലാം ഓക്കെ ആയിട്ടും UK ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് കിട്ടാണ്ട് പോയിട്ടുണ്ട്. ഇൻ്റർവ്യൂ പാസ്സായ ജോലികൾ വരെ ഫുൾ UK ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന പാടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് തന്നെത്താനെ ഒന്ന് നിൽക്കാനാവുന്ന സമയമാകുമ്പോഴത്തേക്കും പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യുക. പ്രൊവിഷണൽ ലൈസൻസിന് 10 വർഷത്തെ വാലിഡിറ്റി. മാത്രമല്ല പ്രൊവിഷണൽ ലൈസൻസ് നിങ്ങളുടെ ഒരു അഡ്രസ് പ്രൂഫ് കൂടിയാണ് UK. അപ്പോൾ പ്രൊവിഷണൽ ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങൾ തിയറി പഠിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ തിയറി പഠിച്ചിട്ട് തിയറി പോയി അറ്റൻഡ് ചെയ്യുക. തിയറി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷത്തെ സമയമുണ്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ. അപ്പോൾ വിത്തിൻ ദീസ് 2 years നിങ്ങൾ പ്രാക്ടിക്കൽ ടെസ്റ്റും പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്, സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് നാട്ടിലുള്ളത് ഇവിടെ വരുമ്പോൾ 1 year യൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്ട്രക്ടറിൻ്റെ കീഴിൽ നിങ്ങൾ UK ഡ്രൈവിങ്ങും കൂടെ പഠിച്ച് ലൈസൻസ് എടുക്കാനുള്ള ശ്രമങ്ങൾ വിത്തിൻ ആ 1 year തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് UK എക്സ്പയർ ആവുന്ന ടൈമിലേക്കും നിങ്ങൾക്കൊരു UK ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ ഉണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ ഒരു വണ്ടി വിത്തിൻ 1 year എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ 1 year ലൈസൻസ് എക്സ്പയർ കഴിയുമ്പോൾ ഈ വണ്ടി വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, ബിക്കോസ് യു ഓൾറെഡി ഗോട്ട് എ UK ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ UK ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ജോലി കിട്ടുന്നതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർക്കും ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർക്കും ഒക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ പേര് ഇലക്ടറൽ രജിസ്റ്ററിൽ വരുന്നതിന് മുൻപും നിങ്ങളുടെ പേര് ഇലക്ടറൽ രജിസ്റ്ററിൽ വന്നതിന് ശേഷവും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ വ്യത്യാസം ഉണ്ടാകും. ബിക്കോസ് നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇലക്ടറൽ രജിസ്റ്ററിൽ പേരുണ്ടാവുക എന്ന് പറയുന്നത് ഇസ് എ മസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഒത്തിരി ആയി പോയെന്ന് തോന്നുന്നു. ഞാൻ മാക്സിമം ഷോർട്ട് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണുന്നത് വരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.